കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി ജോലി ചെയ്യാവുന്ന ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കോഴ്സ് പഠിച്ചാൽ നമുക്ക് ജോലി ഉറപ്പാണ്. ജോലിക്ക് ഉറപ്പുള്ള കോഴ്സുകൾ ഏതാണ് എന്ന് പല ഉദ്യോഗാർത്ഥികളും തെരഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സിനെ കുറിച്ചാണ്. ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി എന്ന സ്വപ്നം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തില്ല. ജോലി ഉറപ്പായിട്ട് ലഭിക്കുന്ന ഒരു കോഴ്സാണ്. 6 മാസത്തെ ഡിപ്ലോമ കോഴ്സാണ്. ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ യോഗ്യതയെക്കുറിച്ചും കോഴ്സ് എന്താണും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എന്താണ് കെയർ ഗീവർ കോഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കെയർ ഗീവർ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കോഴ്സ് നിലവിലുണ്ട്. പല ഉദ്യോഗാർത്ഥികൾക്കും അറിയില്ല. വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഈ കോഴ്സ് പഠിക്കാവുന്ന ഒന്നാണ് ഈ കെയർ ഗീവർ കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട കോഴ്സ് കൂടിയാണ് ഈ കെയർ ഗീവർ കോഴ്സ് എന്ന് പറയുന്നത്. ആ കോഴ്സ് പഠിച്ചാൽ 3 മാസം മുതൽ 6 മാസം വരെയുള്ള ഡിപ്ലോമ കോഴ്സാണ്. ഈ കോഴ്സ് പഠിച്ചാൽ നമുക്ക് കേരളത്തിൽ മാത്രമല്ല വിദേശത്തെ രാജ്യത്തും മികച്ച തൊഴിലവസരങ്ങൾ നേടിത്തരുന്ന ഒന്നാണ് ഈ കെയർ ഗീവർ കോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ആശുപത്രികൾ, അതുപോലെ തന്നെ സ്വാന്തന പരിചരണ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ വീടുകൾ എന്നിവിടങ്ങളിലൊക്കെ പ്രഗത്ഭരായ കെയർ ഗീവർമാർക്ക് വലിയ അധികം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ഡിമാൻഡാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊഴിൽ സാധ്യതയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയാം. UK, യൂറോപ്പ്, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ, കൂടാതെ നമ്മുടെ നാട്ടിലെ കേരളത്തിലൊക്കെ തന്നെ ഹോം കെയർ ഏജൻസികളിലും ഉയർന്ന ശമ്പളത്തിൽ നമുക്ക് ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ കോഴ്സ് പഠിച്ചാൽ നമുക്ക് ലഭിക്കും. ഇതിനു വേണ്ടിയിട്ട് സർക്കാർ അംഗീകൃത കോഴ്സുകൾ കേരളത്തിൽ IHRD, അതുപോലെ തന്നെ ASAP തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ വഴി ഗുണനിലവാരമുള്ള പരിശീലനം ലഭ്യമാണ്. നിങ്ങൾ ഇന്നലത്തെ ബഡ്ജറ്റ് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇന്നലത്തെ ബഡ്ജറ്റിൽ ഇതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സ് ഹ്രസ്വകാല കോഴ്സാണ് എന്നുകൊണ്ട് തന്നെ SSLC അല്ലെങ്കിൽ +2 യോഗ്യതയുള്ളവർക്ക് 3 മുതൽ 6 മാസം കൊണ്ട് ഇത് കോഴ്സ് നമുക്ക് പഠിച്ചിറങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത നഴ്സിംഗ് ഡിഗ്രി ഇല്ലാത്തവർക്കും ആരോഗ്യ മേഖലയിൽ പ്രവേശിച്ച് സുരക്ഷിതമായ കരിയർ ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ പ്രായമേറിയവരുടെ എണ്ണം ഏറുന്ന അവരുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട ജെറിയാട്രിക് കെയർ എന്ന തൊഴിൽ മേഖലയുടെ പ്രസക്തി ഇന്ന് നമ്മൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് IHRD 6 മാസത്തെ ജെറിയാട്രിക് കെയർ കോഴ്സ് ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളൊക്കെ തന്നെ എല്ലാം ഉൾപ്പെടുത്തിയാണ് കോഴ്സ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കെയർ ഗീവർ കോഴ്സ് 14 ജില്ലകളിലായിട്ട് 16 കേന്ദ്രങ്ങളിലാണ് ഈ കോഴ്സ് നടത്തുന്നത്. ഒരു ബാച്ചിൽ 40 പേർക്കാണ് പ്രവേശനം. ഉയർന്ന പ്രായപരിധി 50 വയസ്സാണ്. അപ്പോൾ ഈ കോഴ്സിലേക്ക് എല്ലാവരും ചേർന്നാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്കൊരു നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കൃത്യമായ രീതിയിൽ ഏത് കോഴ്സ് പഠിച്ചാൽ നമുക്ക് ജോലി ലഭിക്കുമെന്നുള്ള കൃത്യമായ ഗൈഡൻസ് ലഭിക്കുകയാണെങ്കിൽ ആ വഴിയിൽ പോയാൽ നിങ്ങൾക്ക് ഉയർന്ന ഒരു ജോലി നേടാനും നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ സ്വന്തമാക്കാനും സാധിക്കും. അപ്പോൾ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള ജോലി ലഭിക്കുന്ന ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒരു കോഴ്സാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ കാര്യം എത്തിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിത്തട്ടെ. നന്ദി, നമസ്കാരം.